യെസ്. അപ്പോൾ SLC സോഷ്യൽ സയൻസ് പരീക്ഷ കഴിഞ്ഞു. അതിൽ ഹിസ്റ്ററി പോർഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ജസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. പിന്നെ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ ടഫായിരുന്നു അല്ലെങ്കിൽ ഈസി ആയിരുന്നു, എന്താണ് സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പിന്നെ നമുക്ക് വൺ വേർഡ് ചോദ്യങ്ങൾ തന്നെ. ആദ്യ ചോദ്യം ഹിസ്റ്ററി തന്നെ അല്ലേ, അത് ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ചോദ്യമായിരുന്നു. അപ്പോൾ പക്ഷേ ബേസിക്കലി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം അതായത് എസ്സേ ബൈ ചാൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളുടെ പേരും അതുപോലെ തന്നെ ഓരോ അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട തിയറിയും അല്ലെങ്കിൽ അവർ നൽകിയ കോൺട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അത് വലിയൊരു ടഫല്ല. ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ തിയറി നമുക്കറിയാം. ഗലീലിയോ ഗലീൽ തന്നെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തി നമുക്കറിയാം. അതുപോലെ തന്നെ മാർട്ടിൻ ലൂതറാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, ഇഗ്നീഷ്യസ് ലോയോള സൊസൈറ്റി ഓഫ് ജീസസ് അല്ലേ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വലിയൊരു ടഫ് ക്വസ്റ്റൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കുറച്ചുകൂടി ഈസി ചോദ്യം തന്നെ. അതായത് ഒരു കുട്ടിക്ക് ഒന്ന് വായിക്കുന്ന ഒരു കുട്ടിക്ക്, ആവറേജ് കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഹിസ്റ്ററിയിലെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിന്നെ 4ാമത്തെ ചോദ്യമാണ്. ഇതും നമ്മൾ ഡയറക്റ്റ് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യം അല്ലെ. എന്താണ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെടാത്ത കാര്യം അല്ലേ. 27 റെക്കമെൻഡേഷൻ മണ്ഡൽ കമ്മീഷനാണ്. അപ്പോയിന്റ് സ്റ്റഡി സോഷ്യൽ എഡ്യൂക്കേഷൻ ബാക്ക് ഒബിസി മണ്ഡൽ കമ്മീഷൻ ഹാൻഡഡ് ബൈ ഭീമ ശരിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് കാക്കെ കലാക്കാർ കമ്മീഷൻ. അത് തെറ്റാണ് അല്ലേ. കാക്കെ കലാക്കാർ കമ്മീഷൻ എന്നാണ് ഒന്നാം പിന്നെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ് കാക്കെ കലാക്കാർ കമ്മീഷൻ വരുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് തെറ്റേതാണ്, ഡി ആണ് തെറ്റ് അല്ലേ. പിന്നെ നോട്ട് റിലേറ്റഡ് ടു. ഇനി ഏതാണ് പിന്നെ ലാഹോർ കോൺഗ്രസ് സെഷൻ. ഞാൻ പറഞ്ഞൊരു ലാഹോർ കോൺഗ്രസ് സെഷൻ്റെ തീരുമാനങ്ങൾ എന്തായാലും ഒരു വൺ വേർഡ് ചോദിക്കുന്നുള്ളത്, അത് ചോദിച്ചു അല്ലേ. ഏതാണ് ഇറ്റ് വാസ് പ്രിസൈഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ലാഹോർ സെഷൻ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് വാസ് പ്രിസൈഡഡ് ബൈ ജവഹർലാൽ നെഹ്റു അധ്യക്ഷം വഹിച്ചു. ശരിയാണ്. മഹാത്മാഗാന്ധി ഗേവ് സ്ലോഗൻ ഡു ഓർ ഡൈ. അതാണ് തെറ്റ്. ഡു ഓർ ഡൈ എവിടെയാണ് മഹാത്മാഗാന്ധി കൊടുത്തത്? അത് പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലാണ് അല്ലേ. പിന്നെ ദ കോൺഗ്രസ് ഡിമാൻഡ് കംപ്ലീറ്റ് ഫ്രീഡം, മഹാത്മാഗാന്ധി ലോഞ്ച് മാസും ഒക്കെ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റ്. ഓക്കെ, എനിക്കൊന്ന് സിമ്പിൾ അല്ലേ, വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. കാരണം ഡു ഓർ ഡൈ ഒക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള വാക്കാൻ നമുക്ക് ഒരു ഗ്ലാമറസ് ടോപ്പിക്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യം. റെഡി. പിന്നെ അറേഞ്ച് ദ ഫോളോയിങ് ഓർഡർ. 7ാമത്തെ ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് സിംഗിൾ സൈനിങ് ഓഫ് പാൻഷ്യൻ പ്രിൻസിപ്പിൾ, ലോഞ്ചിങ് ഓഫ് ആര്യഭട്ട, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്ര, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് കേരള. ഇതിൽ ഏതാണ് ശരിക്കും ആദ്യം വന്നത്? അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതിൽ ഏറ്റവും ബേസിക്കായി ഇത് കൺഫ്യൂഷൻ ഉണ്ടാവണമെന്നില്ല. കാരണം പിന്നെ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് നമുക്കറിയാം. അപ്പോൾ ഈ കാര്യത്തിൽ പാൻഷ്യൻ പ്രിൻസിപ്പിൾ എപ്പോഴാണ് സൈൻ ചെയ്തത്? അത് 1954. അപ്പോൾ ഇത് സൈൻ ചെയ്തപ്പോഴാണ് 52 പിന്നെ ആന്ധ്രാപ്രദേശ് വന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് സി ആണ് ആദ്യത്തെ, രണ്ടാമത്തേതാണ് പിന്നെ സി ആദ്യം, രണ്ടാമത്തെ പാൻഷ്യൻ പ്രിൻസിപ്പിൾ എ ആണ് രണ്ടാമത്തേത്, മൂന്നാമത്തത് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, അതായത് 56. ആര്യഭട്ട നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് 75. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അറിയുന്ന 2 കിട്ടിയാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ CADB ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. വരെ നോട്ട് ചെയ്തു. ഓക്കെ, ഇനി പിന്നെ നമുക്ക് വരുന്നതാ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 8ാം ചാപ്റ്റർ. സാറേ ഓരോ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് പഠിക്കുന്നത്, ഭയങ്കര സംഭവമായി ചോദിക്കും എന്നൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം ആ മൂവ്മെൻറ്റ്സിൻ്റെ പേര് കാണാതെ പഠിക്കുക. അത് പഠിച്ചാൽ ഈസിയാണ്. 2 മാർക്കിന് ചോദ്യം അവിടെ നിന്ന് ആകെ ചോദിച്ചുള്ളൂ. ഫ്രം ദ വിച്ച് ഐഡിയോളജി ദ ഡ്രാവിഡിയൻ മൂവ്മെൻറ്റ് ഒറിജിനേറ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡ്രാവിഡിയൻ മൂവ്മെൻറ്റ്. എന്താണ് ഡ്രാവിഡിയൻ മൂവ്മെൻറ്റ്? അതൊരു റീജിയണൽ മൂവ്മെൻ്റ് ആണ്. എന്തിനായിരുന്നു ഡ്രാവിഡിയൻ മൂവ്മെൻറ്റ് അവർ ഫോം ചെയ്തത്? കാരണം അവിടുത്തെ ഡ്രാവിഡിയൻ പീപ്പിൾ, അതായത് ബ്രാഹ്മിൻസ് ഡ്രാവിഡിയൻ പീപ്പിളിൻ്റെ മേലേക്ക് ആധിപത്യം സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റിയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ഫോം ചെയ്ത് ഡ്രാവിഡിയൻ മൂവ്മെൻറ്റ് ഫോം. പിന്നെ അത് എന്തായി മാറുകയാണ്, പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ മാറുന്നത്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ ഫോം ചെയ്ത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ എഴുതി കൊടുത്താൽ മതി. പിന്നെ ഈ 11ാം ചോദ്യം, ഇലൂസിയേറ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോഴ്സ് യൂറോപ്യൻ കൺട്രീസ് ടു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ കൺട്രോൾ ഇൻ ദെയർ കോളനീസ്. അതെന്താണ്? അത് ശരിക്കും എന്താണ് ഇമ്പീരിയലിസം എന്നൊരു ചോദ്യമാണ് അവിടെ എങ്ങനെ തിരിച്ച് ചോദിച്ചത് അല്ലേ. എന്താണ് സാമ്രാജ്യത്വം എന്നൊരു ചോദ്യം. എന്താണ് സാമ്രാജ്യത്തിന് ഇത്തരം എന്താണ് പിന്നെ അവിടെ നിർബന്ധമായും കോളനികൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അത് ലാഭം മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാണ് പിന്നെ അവരുടെ രാജ്യത്ത് തന്നെ എന്ത് ചെയ്യണം. കാരണം ഈ കോളനികൾ പല സ്ഥലങ്ങളിൽ പിന്നെ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യാണ് അവരുടെ ഉൽപ്പാദനവും ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും വിതരണമൊക്കെ കോളനിയിലേക്ക് ഒരു മാറ്റമാണ്. അതിനാണ് അവർ പൊളിറ്റിക്കലി ആ ഏരിയ എന്ത് ചെയ്യുന്നത്, അവരെ അണ്ടറിലാക്കി മാറ്റിയത്. അതാണ് നമ്മൾ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് ചോദിച്ചത് 13ാമത്തെ എന്താണ്, ഈറ്റിംഗ് ടിൽ യു ആർ ഫിൽ ഓഫ് ഗുഡ് ഫോർ ഹെൽത്ത്, എവാലുവേറ്റ് ദി ഗിവൻ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ കോമൺ സെൻസ്. സാമാന്യ ജ്ഞാനബോധത്തിൻ്റെ പിന്നെ ഫീച്ചേഴ്സിൽ നമുക്ക് വരുന്നതാണ് അല്ലേ. കാരണം കോമൺ സെൻസ് നോളജിന് ഒരുപാട് അതിനെന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ എക്സാമ്പിൾ വെച്ച് നമ്മൾ അതിൻ്റെ ഫീച്ചറായി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണ്, വയറ് നിറച്ച് മുഴുവൻ ഭക്ഷണം കഴിക്കുന്നതാണ് എന്ത് എപ്പോഴും നല്ലത്. ഇത് ശരിയാണോ? ഇതൊരു കോമൺ സെൻസ് നോളജ് പറയുന്ന കാര്യമല്ലേ. നമ്മൾ ആ ചാപ്റ്റർ ആകെ പറഞ്ഞു, നിങ്ങൾ ലിമിറ്റേഷൻസ് കറക്റ്റ് പഠിച്ചു നോക്കി, ഫീച്ചേഴ്സ് പഠിച്ചു. അത് അവിടെ നിന്ന് ചോദിക്കുമല്ലോ. കാരണം നമുക്ക് എക്സ്പെക്റ്റഡ് ടോപ്പിക്കാണ് അല്ലേ. ഇത് ഈസിയാണ്. എന്താണ് അത് സാമാന്യ അനുഭവത്തിൻ്റെ ഒരു നെഗറ്റീവാണ്. അതൊരിക്കലും നമുക്ക് ഭക്ഷണം
വയറ് നിറച്ച് കഴിക്കലാണോ നമ്മളെ ഏറ്റവും നല്ലത് പറഞ്ഞാൽ അല്ല, നമ്മളെന്താണ് ഹെൽത്തി ന്യൂട്രിയൻ ഫുഡ് കഴിക്കണം അല്ലേ. സിമ്പിൾ ചോദ്യം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം ആൻസർ. ലിസ്റ്റ് ഔട്ട് ദ പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽസ് നല്ലതാണ്. ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസൽ. ഒരു എത്ര മാർക്കിൻ്റെ 2 മാർക്കിന് ചോദ്യം. എന്താ പിന്നെ ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽ? ഇന്ത്യക്ക് എന്ത് വേണം? പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കണം, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഇന്ത്യയുടെ അധികാരം കൈമാറണം. ഇതായിരുന്നു പിന്നെ ക്യാബിനറ്റ് മിഷൻ്റെ റെക്കമെൻഡേഷൻസ് അല്ലേ. പിന്നെന്താണ്, ഇത് ജോഗ്രഫിയാണ്. യെസ്, അടുത്ത് പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ എക്സ്റ്റർ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ സൊസൈറ്റി സോഷ്യൽ മൊബിലിറ്റി സബ്സ്റ്റാൻഡ് സ്റ്റേറ്റ്മെന്റ്. ആരെ പറ്റി ചോദിച്ചത്? പിന്നെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി. ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിലെ ഡിവിഷൻ ഓഫ് ലേബർ, ദ ഡിവിഷൻ ഓഫ് ലേബർ തൊഴിൽ വിഭജനം ഹാസ് എക്സിസ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ സോഷ്യൽ വിത്ത് നോ സോഷ്യൽ മൊബിലിറ്റി സബ്സ്റ്റാൻഡ്. അതായത് ഈ ജാതി വ്യവസ്ഥ, അതായത് അന്ന് ജാതി വ്യവസ്ഥയുടെ സവിശേഷമാണ് നോ മൊബിലിറ്റിയാണ്. അവർക്ക് ഏതാണോ ഒരു ജാതി വ്യവസ്ഥയിൽ ഒരു ജോലി എന്താണ് ചെയ്യുന്നത്, ആ ജോലി തന്നെ അയാൾ ചെയ്യണം. ഇപ്പം ഒരു ക്ഷത്രിയനാണെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത്, രാജാവിന് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. ബ്രാഹ്മിൻസ് ആണ്, അത് ആ ജോലിയാണ് ചെയ്യുക. ഇപ്പോൾ കാർപ്പൻ്റർ, അങ്ങനെ ഓരോ ജാതിക്കും എന്തുണ്ട്, ആ ജാതിയുടെ ജോലികളുണ്ട് എന്നല്ലേ ആ ഫീച്ചറാണ്. അല്ലെങ്കിൽ അടുത്ത് നോക്കൂ, പിന്നെ എക്സ്പ്ലെയിൻ ഹൗ ദ വേരിയസ് റിലീജിയൻ ഇൻ ഇന്ത്യ ഫങ്ഷൻ ആസ് എ ടൂൾ ഫോർ സോഷ്യൽ കൺട്രോൾ. അതായത് ഓരോ പിന്നെ മതം റിലീജിയൻ എങ്ങനെയാണ് ഒരു സാമൂഹ്യ നിയന്ത്രണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്, നമ്മൾ പറഞ്ഞ ചോദ്യം കൂടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് പിന്നെ ലൈക്ക് മതം, നമുക്കറിയാം ഒരു മതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും അല്ലേ. ഇപ്പോൾ ഒരു മതവിശ്വാസ പ്രകാരം നമുക്കത് തെറ്റാണ്, മതാചാര പ്രകാരം അത് തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും ചെയ്യാം. ഇപ്പം നമുക്കറിയാം പിന്നെ സദ്യ പോലത്തെ പല ദുരാചാരങ്ങളും മതത്തിൻ്റെ എന്താണ് ലാബിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് റിഫോംസ് മതത്തിൽ കൊണ്ടുവന്നിട്ട് അതാണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ട ഒരു കാര്യം. പിന്നെ അനലൈസ് ദ ടോട്ടാലിറ്റിസം ഇൻ എമർജൻ ഇൻ ജർമ്മനി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആരംഭിച്ച ടോട്ടാലിറ്റേഴ്സിനെ പറ്റി എഴുതാൻ വേണ്ടി പറഞ്ഞു. എത്ര മാർക്കാണ്? 3 മാർക്കാണ്. എന്തിനാ ടോട്ടാലിറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. നാസിസവും ഫാഷിസവുമാണ് അവിടെ ഫോം ചെയ്ത്, പിന്നെ അതിൻ്റെ 2-3 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. വലിയ എനിക്കൊന്ന് ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ എത്ര തവണ പഠിച്ചൊരു കാര്യം കൂടിയാണ്. പിന്നെ യൂസ് ചെയ്ത സർക്കംസ്റ്റൻസ് ദാറ്റ് ഇൻ ആക്ട് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വിവരാവകാശ നിയമം രൂപീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കഴിഞ്ഞ മോഡലിലും ആ ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. അതൊരു സിമ്പിൾ വലിയ ബുദ്ധിമുട്ടില്ല. അടുത്ത ഗവർണർ റോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു, പക്ഷേ ചോദിച്ചില്ല. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ചോദിച്ചാൽ എന്താണ്, ഗവർണർ ഡിസ്ക്രിഷണറി പവറാണ്. നമ്മൾ ഇന്നലെ ലൈവിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, എന്ത് ഡിസ്ക്രിഷണറി പവർ വേണമെങ്കിൽ മാത്രം അത് സെപ്പറേറ്റ് എന്ത് ചെയ്യാം, ഗവർണറുടെ റോളായിട്ട് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചോദിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പിന്നെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. പിന്നെന്താണ്, വളരെ ഷോർട്ടാണ് ചമ്പാരൻ സ്ട്രഗിൾ. എന്ത് സിമ്പിൾ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹത്തെ പറ്റി ഗാന്ധിജിയുടെ ആദ്യ സമരം അല്ലേ, അതും നമുക്ക് സിമ്പിൾ ചോദ്യമായിരുന്നു. പിന്നെ വേരിയസ് സിസ്റ്റം റിസൾട്ട് ടെക്നോളജി, അതെല്ലാം ജോഗ്രഫിയാണ്. 23 യൂസ് ചെയ്ത റോൾ ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി മെയിൻറ്റെയിനിങ് വേൾഡ് പീസ്. അപ്പോൾ നമ്മൾ അതിൽ പഞ്ചശീല തത്വങ്ങൾ എന്തായാലും ചോദിക്കുന്നു പറഞ്ഞു. ഇനി പഞ്ചശീല തത്വങ്ങൾ അവിടെ എഴുതി വെച്ചാലും, പഞ്ചശീല തത്വങ്ങൾ അല്ലാത്ത രീതിയിൽ പഞ്ചശീല തത്വങ്ങൾ അവിടെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. കാരണം എന്താണ്, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല, ഏതെങ്കിലും ആളുകളെ ആക്രമിക്കണം അല്ലെങ്കിൽ ആരുടെ ഇന്റേണൽക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഫോറിൻ പോളിസി എന്താണ് കറക്റ്റ് അങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു കാര്യം, അതായത് പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന 3 ഫോറിൻ പോളിസി എന്ത് ചെയ്താൽ മതി, അവിടെ എഴുതി വെച്ചാൽ മതി. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫാക്ട് ദാറ്റ് ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ് ഇൻ ഫ്രാൻസ്. എന്തുകൊണ്ടാണ് ഫ്രാൻസിൽ മിഡിൽ ക്ലാസ്സുകൾ ഉയർന്നു വന്നത് അല്ലേ. ഇപ്പോൾ ഫ്രാൻസിൽ മിഡിൽ ക്ലാസ്സുകൾ ഉയർന്നു വരാനുള്ള കാരണം എന്താണ്? കാരണം ട്രേഡാണ്, കച്ചവടത്തിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, മിഡിൽ ക്ലാസ് വിഭാഗം ഉയർന്നു വരുന്നത്. അപ്പോൾ അതാണ് അവിടെ എഴുതുന്നത്. അവർ പിന്നീട് എന്ത് ചെയ്യണം, അവർക്ക് പിന്നെ അവരുടെ കയ്യിൽ അവർ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ, പക്ഷേ അവർക്ക് എന്തുണ്ടായിരുന്നില്ല, സാമൂഹ്യ പദവി, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. ആ കാര്യമാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻ, നെപ്പോളിയൻ റിഫോംസ് അല്ലേ. എന്തായാലും വരും എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പഠിച്ച ചോദ്യമായിരിക്കും. ആ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ യെസ്, 27ാമത്തെ ചോദ്യം പബ്ലിക് ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട ചോദ്യം. നമ്മൾ എത്രയോ തവണ കഴിഞ്ഞ വർഷമൊക്കെ ക്രിസ്മസ് എക്സാമിനൊക്കെ ഈ സെയിം ചോദ്യം ചോദിച്ചാണ്. ഏതാണ്, പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോർമേഷൻ പബ്ലിക് ഒപ്പീനിയൻ ബിഗിൻ വിത്ത് ഫാമിലി, ഡു യു അഗ്രി, ഇലൂസ്ട്രേറ്റ്. നമ്മുടെ ആദ്യ രൂപം നൽകുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ പിന്നെ പബ്ലിക് ഒപ്പീനിയൻ പൊതുജനാഭിപ്രായം രൂപം ഫാമിലിയുടെ റോളാണ് അവിടെ എഴുതേണ്ടത്. സിമ്പിൾ ചോദ്യം. പിന്നെ അടുത്തേതാ, പിന്നെ നേരെ പോകുന്ന എസ് എയിലേക്ക് അല്ലേ. എസ് എയിൽ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിന് എന്തായാലും എസ് എ ചോദിക്കും നമുക്കറിയായിരുന്നു. നമ്മൾ അതായത് നമുക്ക് എക്സ്പെക്ട് ചെയ്തൊരു എസ് തന്നെയാണ് ചോദിച്ചത്. എന്താണ്, പിന്നെ അനലൈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൊമാൻസ് ലിറ്ററേച്ചർ ഇൻ വേരിയസ് റീജിയണൽ ലാംഗ്വേജ്. ഇത് വെറുതെ റീജിയണൽ ലാംഗ്വേജ് എന്നൊക്കെ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതായത് എന്താണ് അവിടെ എഴുതേണ്ടത്, ഈ പറഞ്ഞ റിനൈസൻസ് ലിറ്ററേച്ചർ പറ്റി അവിടെ എഴുതിയാൽ മതി. ആദ്യം റിനൈസൻസ് ലിറ്ററേച്ചറിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. എന്തെല്ലാമാണ് നവോത്ഥാന സാഹിത്യം മുന്നോട്ട് വെച്ച ആശയങ്ങൾ,
അപ്പോൾ നമുക്കറിയാം സെക്യുലർ വാല്യൂസിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്, റീജിയണൽ ലാംഗ്വേജിലാണ് എഴുതിയത്, ഗദ്യ രൂപത്തിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സ്കൊളാസിസം എന്ന ചിന്താഗതി നിന്ന് ബ്രേക്ക് ഈവൻ നടത്താൻ വേണ്ടി അത്തരം മൂല്യങ്ങൾ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം എഴുതേണ്ടത് ഒരു 4-5 റൈറ്റിങ്സിൻ്റെ പേര്. ആ റൈറ്റിങ്സ് ഒക്കെ എഴുതിയ ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പ്രാദേശിക ഭാഷയിലാണ്. ആ പുസ്തകങ്ങളുടെ പേരും കാര്യങ്ങളും എഴുതാനേ ഉള്ളൂ. എഴുതിയാൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ റോളാണ് 4 മാർക്കിന് 3 മാർക്ക് നമ്മൾ ചോദിക്കുന്ന വിചാര ചോദ്യം സുഭാഷ് ചന്ദ്രബോസിന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചാൽ എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പം എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളുണ്ട്, അൺഎക്സ്പെക്റ്റഡായി വന്ന ചോദ്യങ്ങളുണ്ട്. എന്നാലും എന്താ പറയുക, എല്ലാ ചാപ്റ്ററിൻ്റെയും ഗ്ലാമർ ടോപ്പിക്സ് എന്നാണ് ചോദ്യം ചോദിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരിക്കലും പഠിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും എന്ത് ചോദിച്ചില്ല, ചോദ്യങ്ങൾ ചോദിച്ചില്ല. അതായത് നമുക്ക് ഓരോ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ പറയും ഇവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇത് ഓർ നോട്ട്, അങ്ങനത്തെ ടോപ്പിക് നിന്നാണ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത്. ഇത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചില ആൾക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞ ആൾക്കാരുണ്ട്, ചില ആൾക്കാർ കുറച്ച് വിചാരിച്ച് എഴുതാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. ഇത് പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഓരോ എക്സാം ഞാൻ പലപ്പോഴും പറഞ്ഞാൽ ഫസ്റ്റ് പരീക്ഷ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷ അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത് നോക്കി അടുത്ത പരീക്ഷ എന്ത് ചെയ്യുക, നന്നായി പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.